ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനലിലെ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോയിൽ ഒരെണ്ണമാണ്. എൻ്റെ വീടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഹോം ടൂർ. ഞാൻ വീടിൻ്റെ വാക്ക് ത്രൂ വീഡിയോ, അതായത് ഒരു ഹൈലൈറ്റ്സ് പോലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ആരൊക്കെ ഏതൊക്കെ വർക്ക്സ് ആണ് ചെയ്തത് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടൊരു ഹൈലൈറ്റ് വീഡിയോ പോലെയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം കുറേ നല്ല നല്ല റെസ്പോൺസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിൻ്റെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാണ് ഇൻറ്റീരിയർ ചെയ്തത്, ആരാണ് എൻജിനീയർ, അതുപോലെ പല പല വർക്ക്സും ആരൊക്കെയാണ് ചെയ്തതെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് പുറത്തത്തെ കാര്യങ്ങളിൽ തന്നെ ആദ്യം തുടങ്ങാം. തുടക്കം നമുക്ക് ഗേറ്റിൽ നിന്ന് തന്നെ ആവാം. നമ്മുടെ ഗേറ്റ് ചെയ്തിരിക്കുന്നത് ജി ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ തന്നെയുള്ള ഒരു കമ്പനിയാണ്. അപ്പം ഫുള്ളി ഓട്ടോമേറ്റഡ് ഗേറ്റ് ആണ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ ഇവിടെ എത്താനാവണതിന് മുമ്പ് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ തുറന്നു തരുന്നതായിരിക്കും. അകത്ത് നമുക്ക് സ്വിച്ച് ഉണ്ട്, അതുപോലെ നമുക്ക് റിമോട്ടും ഉണ്ട്. പിന്നെ ഇവിടെ ഇത് മെയിൻ ഗേറ്റ്, പിന്നെ ഇവിടെ ഒരു കുട്ടി ഗേറ്റ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ ലൈക്ക് ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ പുറത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബാ, ആരെങ്കിലും വന്നാല് ഇവിടെ ഒരു റിങ് ഉണ്ട്. ഈ റിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളില് നമുക്ക് ആരാ വന്നേന്നും അവരുടെ അടുത്ത് സംസാരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കയറ്റാം. ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറ്റും. ഈ ഗേറ്റ് തുറക്കാൻ ഉള്ളിൽ ഒരു സ്വിച്ച് ഉണ്ട് അതുപോലെ. അപ്പൊ ഇത് തുറക്കാം. പിന്നെ പോകുമ്പോ ആണെങ്കിൽ നമുക്കിതേ ഇവിടെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്താൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പം അതൊക്കെയാണ് ഗേറ്റ്. പിന്നെ ഗേറ്റിന്റെ ഓട്ടോമേഷൻ വർക്ക് ചെയ്തത് എവർ ഫോക്കസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ്. അവരും കണ്ണൂർ ബേസ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരുടെയും ഡിസ്ക്രിപ്ഷനിൽ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന. പിന്നെ നമ്മുടെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ കാർ പോർച്ച് ഉണ്ട്. നമുക്ക് 2 കാർ നല്ല വിശാലമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പോർച്ച് തന്നെയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഈ ഡോറ് ഒരു സെക്യൂരിറ്റി റൂമും അതുപോലെ അതിനകത്തൊരു വാഷ്റൂമും ഉണ്ട്. ഒരു കുട്ടി റൂമും വാഷ്റൂമും സെക്യൂരിറ്റി റൂമായിട്ട് അങ്ങനെ വെച്ചതാണ്. ഭാവിയിൽ നമുക്ക് ആവശ്യം വന്നാൽ അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാലോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗം, ജസ്റ്റ് കാർ പോർച്ചും സെക്യൂരിറ്റി റൂമും. പിന്നെ നമുക്കൊരു വിശാലമായ മുറ്റം തന്നെ ഉണ്ട്. വലിയ മുറ്റം. നമ്മുടെ ഗേറ്റിൽ നിന്ന് കുറെ അകന്നിട്ടാണ് വീട് വരുന്നത്. വീട് അങ്ങ് മുകളിലേക്കാണ്. അപ്പം ഈ ഒരു ഏരിയ മൊത്തം ഉണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാർ പാർക്ക് ചെയ്യാം. കാർ പോർച്ചിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കാർ പാർക്ക് ചെയ്യാം, ഇഷ്ടംപോലെ കാറ്. അപ്പൊ ഇവിടെ നമ്മള് സ്റ്റോൺ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ കോബിൾ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ റൗണ്ട് ആയിട്ടാ വെച്ചേക്കുന്നത്. ബാക്കി ഇതിന്റെ അപ്പുറത്തോട്ട് ഈ ഒരു ഏരിയന്ന് ഇവിടത്തേക്ക് നമ്മൾ വേറൊരു സ്റ്റോൺ ആട്ടോ വെച്ചേക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ അല്ല, വേറെന്തോ ഒരു സെറാ സ്റ്റോൺ എന്നാന്ന് തോന്നുന്നു. ഇത് ചെയ്ത ആൾക്കാരുടെ എനിക്ക് അറിയില്ല, പേരറിയില്ല കേട്ടോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എന്താ ഇവിടെ മുറ്റത്ത് പറയാനുള്ളത്, നമ്മുടെ ബാക്കി ഗാർഡൻ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ പറ്റിയ. അപ്പൊ ഈ പ്ലാന്റ്സും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തത് ഗ്രീൻ ഗാലറി, പുതിയങ്ങാടിയുള്ള ഗ്രീൻ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഫുള്ളി പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ മുറ്റത്ത് കുറേ മറ്റേ ഇങ്ങനെ കരിയിലകൾ പോലെ വീണ് കിടക്കുന്ന കാണാം. അത് മൊത്തം അപ്പുറത്തെ പറമ്പിലെ ആൾക്കാരുടെയും ഇപ്പുറത്തെ പറമ്പിലെ ആൾക്കാരുടെയും മരങ്ങളിൽ നിന്ന് മൊത്തം ഇലകളും കാറ്റത്ത് വീഴുന്ന നമ്മുടെ മുറ്റത്താ. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ ഇലയെല്ലാം എടുത്ത് ചുള്ളിക്കളയല് ഭയങ്കര ഒരു വലിയ പണിയാ, കാരണം ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഗാർഡനിലൊക്കെ സ്പ്രിങ്ക്ലേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഇപ്പൊ സമയം 4:19, 4:15 ആകുമ്പോൾ ആ സ്പ്രിങ്ക്ലേഴ്സ് ഓൺ ആവും. അപ്പം അത് ഫുള്ള് വെള്ളം അടിച്ചോളും. നമ്മളിനി പോയി വെള്ളം അടിക്കേണ്ട പണിയൊന്നുമില്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ കിണറ് ഫ്രണ്ടിൽ തന്നെയാട്ടോ വരുന്നത്. ഫ്രണ്ടില് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ വരുന്നത്.
ഞാൻ എൻ്റെ സൈഡ് നോക്കിയതാ ഇങ്ങനെ തിരിഞ്ഞിട്ട്. സോ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. കിണറിന് നമ്മളിങ്ങനെ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പെയിൻറ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത് ബർജറിൻ്റെ പെയിൻ്റാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ ഇരിക്കുന്നില്ല, കാരണം ഇവിടെ സ്പ്രിങ്ക്ലർ ഓണായിട്ട് ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. നമ്മുടെ ഗൃഹപ്രവേശം ത്തിൻ്റെ മറ്റേ വ്ളോഗ് കണ്ടവർക്ക് അറിയുണ്ടാവും. നമ്മൾ പാട്ട് പാടാൻ ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ആ ഒരു പാട്ടിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എല്ലാവരും പാട്ട് പാടി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇവിടെ ചുറ്റും ഈ തുമ്പിലൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പാടുന്നതൊക്കെ കാണുമ്പം നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, ഇങ്ങനെ പരിപാടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നല്ല രസമാണ്. അന്ന് നല്ല വൈബ് ഉണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ, ആ പ്രോപ്പർ വീഡിയോ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ഓക്കെ ഗൈസ്, പുറത്തത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ മെയിൻ ആളെ ഞാൻ കാണിച്ചിട്ടില്ല. മീറ്റ് മിസ്റ്റർ ഹണ്ടർ. ഇവനാണ് ഇവിടുത്തെ മെയിൻ. ഹണ്ടർ, കം കം. എന്തേ? ആ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സിറ്റ് സിറ്റ്. Good boy, Hunter. Sit, sit. Good boy. Hunter പറഞ്ഞാലെല്ലാം കേൾക്കും. നല്ല മോനാണ്. അല്ലാണ്ടു അല്ലാണ്ടു ഇപ്പം തടി കൊടുക്കാൻ ഇവിടെ വന്ന് ഇരിക്കണം. എനിക്ക് സമയമില്ലടാ, വീഡിയോ എടുക്കട്ടെ. ഞാൻ പിന്നെ വരാമേ. ഓക്കെ, ഗുഡ് ബോയ് ആയിട്ടിരിക്കണേ. ഗുഡ് ബോയ് ആയിട്ടിരിക്കണേ. കുഞ്ഞു മോനാന്നേ ഇവൻ, കുഞ്ഞു മോനാന്നേ. ടാറ്റാ, ഞാൻ പിന്നെ വരേ. ടാറ്റാ. ഇനി നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ട് പോവാം. ഇപ്പം കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു ചെറിയ വരാന്ത സ്പേസ് ഉണ്ട്. നമുക്കിത് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ദേ ഇവിടെ ഇരിക്കാം. അതുപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ നടക്കാനുള്ളൊരു സ്റ്റോണൊക്കെ വെച്ചിട്ട് അങ്ങനൊരു സ്പേസും അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വരാന്ത. നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മുടെ ഡോറിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഫുള്ളി മറ്റേ ഫിംഗർ പ്രിൻറ്റ് അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ഹോം. ഇതാണ് നമ്മുടെ വീട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാക്ക് ത്രൂവിൽ. അപ്പോൾ കാണാത്തവർക്ക് ഇതാണ് ഞങ്ങളുടെ ഒരു സ്വപ്ന ഭവനം. അപ്പം ഇങ്ങോട്ടേക്ക് പോണതിന് മുന്നേ നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ കയറി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയ വരുന്നത്. ഇതൊരു ഡബിൾ ഹൈറ്റുള്ള സ്പേസ് ആണ്. ഇവിടുത്തെ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഈ ഡബിൾ ഹൈറ്റുള്ള കേർട്ടൻസ് തന്നെയായിരിക്കും. ഈ കേർട്ടൻസ് ഒക്കെ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് സെയിൻ കേർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി ഉള്ളൊരു ടീമാണ്. അപ്പം അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കേർട്ടൻസിൻ്റെ ആൾക്കാർ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഡിലേയോ ഒന്നും ഇല്ലാണ്ട് അച്ഛൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കാരായിരുന്നു കേട്ടോ കേർട്ടൻസിൻ്റെ. എപ്പോഴും അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പം, വീട്ടിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവരുടെ കാര്യം എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഇവർ തന്നെയാണ് നമ്മുടെ ഫുൾ കേർട്ടൻസ്, വീട് മൊത്തം എല്ലാ കേർട്ടൻസും ബ്ലൈൻഡ്സും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ സെയിൻ കേർട്ടൻസ് തന്നെയാണ് തലശ്ശേരിയുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫോർമൽ ലിവിങ് ഏരിയ. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്, ഈ കേർട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ഹൈലൈറ്റ് ഇതാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ഷോ വാളാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ദുബായിൽ നിന്ന് ഐക്കിയെന്നും അതുപോലെ ഹോം സെൻറ്ററിൽ നിന്നും മേടിച്ചതാട്ടോ. അതിലെനിക്ക് തോന്നുന്നു 2-3 സാധനങ്ങൾ കൊച്ചി ലുലുവിൽ അറ്റ് ഹോം എന്ന് മേടിച്ചിട്ടുണ്ട്. ഇതിൽ മോസ്റ്റ്ലി എല്ലാം നമ്മൾ കൊച്ചി ഹോം സെൻറ്ററിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത കുറേ സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിങ്ങനെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഈ ഒരു വാള് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് സെറ്റ് ചെയ്യുമ്പം ഇങ്ങനെ കസിൻസ് എല്ലാവരും കൂടി ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എവിടെ വെക്കണം എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തൊരു വാളാണിത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു വാളാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫോർമൽ ലിവിങ് ഏരിയ. ഫോർമൽ ലിവിങ് ഏരിയയിൽ നമുക്കിത് ഇതുപോലൊരു സിറ്റിംഗ് സ്പേസും ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്കിത് ആ ഒരു വാളില്ലേ, ആ ഒരു ബ്ലാക്ക് വാള്, ആക്ച്വലി അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നിട്ട് അങ്ങനെ
ഈ വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നല്ല വെച്ചാൽ ഫുള്ള് സൈലൻസ് ഉണ്ടാകുമ്പോൾ ഈ വാട്ടർഫോൾസിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അപ്പം നല്ല രസമാട്ടോ ആ ഒരു വെള്ളത്തിന്റെ ശബ്ദമൊക്കെ കേട്ട് നമുക്കിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അധികം ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ ഇവിടെ ചുമരിന് ചാരിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫോമൽ ലിവിങ്. ഇനി നമുക്ക് ബാക്കി മെയിൻ ഏരിയാസിലോട്ടൊക്കെ പോവാം. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോമൽ ലിവിങ്ങിന് ബാക്കി മെയിൻ ഏരിയാസിലോട്ട് പോകുമ്പോൾ. ഈ ബ്രിഡ്ജും അതിൻ്റെ താഴെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. നമ്മളിപ്പോൾ ഫിഷൊന്നും ഇട്ടിട്ടില്ല. ഫിഷ് ഇടണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെയും ഒരു വാട്ടർഫോൾസ് പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തും. പിന്നെ നമ്മളൊരു 3-4 സ്റ്റെപ്പ് കയറിയിട്ടാണ് ബാക്കി മെയിൻ ഏരിയാസിലോട്ടൊക്കെ വരുന്നത്. അപ്പം ആദ്യം തന്നെ ഇവിടെ വന്ന് കയറുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പൂജ ഏരിയ ആയിരിക്കും. ഞങ്ങളത് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻജിനീയറിൻ്റെ അടുത്ത്, നമുക്കിങ്ങനെ വീടിൻ്റെ മെയിൻ ഡോറ് തുറന്ന് നേരെ കാണുന്നത് ഇങ്ങനെ നമ്മുടെ പൂജാ സ്ഥലം ദൈവത്തിനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നേരെ നമുക്ക് മെയിൻ ഡോറ് തുറന്ന് കാണുന്നത് ദൈവത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പൂജാ സ്പേസ് വരുന്നത്. ഇവിടെ ലൈറ്റ് അപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ. പിന്നെ ഈ പൂജാ സ്പേസിൻ്റെ 2 സൈഡിലായിട്ടും നമ്മളിത് ഇതുപോലെ ഡോർസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഡോറ് വന്നിട്ട് ഒരു റൂം പോലെയുള്ള, ഇതിനകത്ത് നമ്മുടെ ഇൻവേർട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോറിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇപ്പുറത്തൊരു ഡോറുണ്ട്. ഈ ഡോറ് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഡോറാണ്. അവിടെ ചെറുതായിട്ടൊരു ഗാർഡൻ സ്പേസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ പൂജാ സ്പേസ് വരുന്നത്. ഇതിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഇവിടെ ഒരു പേബിൾസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ആ ഒരു ഏരിയ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ വരുന്നത്. അല്ലേ? സോ ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ. ഞങ്ങൾ കൂടുതൽ സമയവും എല്ലാവരുമായിട്ട് ഈ ഒരു ഏരിയ തന്നെയാണ് ഇരിക്കാറ്. ഇപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒക്കെ നമ്മളിവിടെ ഇരുന്ന് TV കാണും, വർത്താനം പറയും. അപ്പം അങ്ങനെ ഒരു സ്പേസാണ് ഈ ഒരു ഏരിയ. ഇവിടെ കൂടുതലിരിക്കുന്ന TV കാണാനൊക്കെ തന്നെയാണ്, കാരണം TV ഇവിടെയാണല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ കൂടുതലും രാത്രി സമയങ്ങളിൽ നമ്മൾ ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാവാറ് TV ഒക്കെ കണ്ടിട്ട്. ഇതാണ് ആ ഒരു ഏരിയ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നല്ല ഗ്രീൻ സ്പേസ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു വിൻഡോ, ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഫുള്ളൊരു ഗ്രീൻ സ്പേസ് കൊടുത്തേക്കുവാണ്. അങ്ങനെ. അപ്പം ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ. അപ്പം നമ്മൾ ഫാമിലി ലിവിങ്ങിന് പുറത്തിറങ്ങുമ്പം 2 വശങ്ങളിലായിട്ടാണ് നമ്മുടെ താഴത്തെ 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം, അതായത് അച്ഛൻ്റെ അമ്മയുടെയും മുറി. അപ്പം ഈ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വാളിൽ നെറ്റിപ്പട്ടം ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു നെറ്റിപ്പട്ടം. അമ്മ കുതിരമല അമ്മ എന്നാണ് വിളിക്കുക. അപ്പം അമ്മമ്മ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്ത്, അമ്മമ്മ സ്വന്തം ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഈ ഒരു സാധനം. അപ്പം ഞങ്ങൾ അതിവിടെ പ്ലേസ് ചെയ്തു. ഇതിവിടെ വരുന്നതിന് മുന്നേ ആക്ച്വലി നമ്മളിതൊരു മറ്റേ ഫോട്ടോ വാളാക്കാന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഇതിവിടെ വന്നപ്പം ഈ വാളിൻ്റെ ലുക്ക് മാറി. ഭയങ്കര ഭംഗിയുള്ളൊരു ഫോട്ടോ വാൾ വെച്ചാൽ ചിലപ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഭയങ്കര ഒരു ഗ്രീൻ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തേക്കുന്നത്. എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എൻ്റെ റൂമിനേക്കാളും എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന്, ഞാനിവിടെ ഇരിക്കുന്നത് എപ്പോഴും ലാപ്പിൽ എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യാറ്. ഇവിടെ ഇങ്ങനെ പെർഗോളാസൊക്കെ കൊടുത്തിട്ട് സൺലൈറ്റൊക്കെ ഉള്ളിൽ വരും. അപ്പോൾ അധികം വെയിലൊന്നും ഇല്ല കേട്ടോ. ഈവൻ മോർണിംഗ് ആണെങ്കിലും വെയിലൊക്കെ കുറവാണ്.
പിന്നെ ഈ വീട്ടിൽ മൊത്തത്തിൽ നമുക്ക് ലൈറ്റ്സ് രാവിലെ ഇടേണ്ട ആവശ്യമില്ല. മൊത്തം നല്ല വെളിച്ചം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ ഒരു ഭംഗിക്ക്. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഈ കേർട്ടൻസ് ഇടും കേട്ടോ. രാവിലെ ഇതങ്ങനെ തുറന്നു വയ്ക്കും. ഈ റൂമിൽ നമ്മളിങ്ങനെ ഒരു ടി വി യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം കം ഡ്രസ്സിങ് ഏരിയ. എല്ലാം ഇവിടെയാണ്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം, ഡ്രസ്സിങ് ഏരിയ, ബാത്ത് ലൈക്ക് ക്ലോസറ്റ് എല്ലാം. ഓക്കെ, ഇതും എൻ്റെ റൂം ടൂർ കണ്ടവർക്കറിയാം. എൻ്റെ വാഷ്റൂം ഏകദേശം സിമിലർ ആണ്, ബാത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ മുകളിലത്തെയും താഴത്തെയും മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമേ ഇത്ര ഒരു വിശാലമായ ബാത്റൂമും ബാത്ത് ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ സൈസിലുള്ള വാഷ്റൂം ഒക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അത് നമ്മളൊരു 2 സ്റ്റെപ്പ് താഴെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മമ്മയുടെ മുറി. ഈ റൂമിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം ദേ ഈ ഒരു ബേ വിൻഡോ ആണ്. ഇപ്പം കേർട്ടൻസ് ഫുള്ള് തുറന്നിട്ടില്ല. ഇത് ഫുള്ള് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടോ. ഇവിടെ ഇങ്ങനെ കാലൊക്കെ നീട്ടിയിരിക്കാം. നമ്മൾ കസിൻസ് വരുമ്പോൾ കൂടുതൽ സമയം ബെഡ്റൂംസിൽ ഏതെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആട്ടോ ഇരിക്കുക. കുറച്ച് നേരം ബെഡിലിരിക്കും, നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കും. അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ സൊറ പറയാനൊക്കെ നല്ല രസമാണ്. അപ്പം ഇതാണ് അച്ഛൻ്റെ അമ്മമ്മയുടെയും മുറി. അവർക്കും ഇവിടെ ഒരു എല്ലാ മുറിയിലും നമ്മൾ ഡ്രസ്സിങ് ഏരിയ, മിറർ, അതുപോലെ അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്. വാഷ്റൂം ഞാൻ കാണിക്കും. ഒരു നോർമൽ സൈസ് വെറ്റ്, ഡ്രൈയും വെറ്റും ആയിട്ട് തിരിച്ച വാഷ്റൂമാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു മുറി. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പം ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഒരു 10 സീറ്റർ ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊരു എൻട്രൻസ് ഉണ്ട്. അവിടെ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു ബുദ്ധനെ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റിയ, മഴയൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ബുദ്ധനെ കിട്ടിയിട്ടില്ല. കുറേ നോക്കിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അതൊന്ന് മേടിച്ച് വെക്കണം. അവിടെ ഒരു ചെറിയ സിറ്റിംഗ് സ്പേസ് അവിടെ, പക്ഷെ നമ്മൾ അങ്ങനെ അധികം ഒന്നും ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ. പിന്നെ ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. അപ്പം അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ. പിന്നെ ഡൈനിങ് ഏരിയയ്ക്ക് സൈഡിലായിട്ട് തന്നെ നമ്മുടെ പൗഡർ റൂമും അതുപോലെ വാഷ് ബേസിൻ ഏരിയയും വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് നിക്ഷൻ ഇലക്ട്രോണിക്സ് എന്നാണ്. കൂടുതലും ഈ ഫാൻസി ലൈറ്റ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്തത്. പിന്നെ ആകെ കുറച്ച് സ്പോട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അച്ഛൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നിക്ഷൻ എന്നാണ് എടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ ടൈൽസ് എടുത്തേക്കുന്നത് PK എന്ന് പറഞ്ഞിട്ട് ചൊക്ലിയിലുള്ള അവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. നിക്ഷൻ ഇവിടെ കണ്ണൂരാണ്, PK ചൊക്ലിയിലും. അപ്പം അവിടെ നിന്നാണ് നമ്മുടെ ഫുൾ വീടിൻ്റെ ടൈൽസും എടുത്തേക്കുന്നത്. പിന്നെ AC നമ്മുടെ LGൻ്റെ ആണ്, ഫുള്ളി സെൻട്രലൈസ്ഡ് ആണ് വീട്ടിലെ AC ഒക്കെ വരുന്നത്. അപ്പം അതും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നിക്ഷൻ തന്നെയാണ്, LGൻ്റെ AC ആണ് മേടിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ കിച്ചണിലും മെയിൻ കിച്ചണിലും എല്ലാം നമ്മൾ കുറേ കബേർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കബേർഡ് സ്പേസ് ആട്ടത്. ഇതൊന്നും എനിക്ക് എത്തില്ല. ഇവിടെ സ്റ്റൂൾ വെച്ചിട്ട് വേണേൽ നമുക്ക് എടുക്കണം. ബാക്കി ഇവിടെ ഈ ഇവിടെ നമ്മൾ ഇലക്ട്രിക് സ്റ്റൗ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ താഴെയായാലും മൊത്തത്തിൽ ഇത് തന്നെയാണ്, സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ കിച്ചണിലോട്ട് പോവാം. കമോൺ. നമ്മുടെ മെയിൻ കിച്ചൺ അത്യാവശ്യം കുട്ടി കിച്ചണാണ്. നമ്മൾ ഓപ്പൺ കിച്ചണും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് വെറുതെ ഷോക്ക് വെച്ചതൊന്നുമല്ല, അതും യൂസ് ചെയ്യാറുണ്ട്. മിക്കവാറും വീട്ടിലത് ഷോയ്ക്കാണ്, പക്ഷെ നമ്മൾ അതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ബേക്ക് ചെയ്യാനാണെങ്കിലും എന്താ പറയുക, ഫുൾ അവിടെ ഓവനും മൈക്രോവേവും ഒക്കെ ഉണ്ട്. അപ്പം ചായയൊക്കെ വെക്കാനും നമ്മളവിടെ ഇലക്ട്രിക് ആയിട്ട്, ഞാൻ പറഞ്ഞില്ല അവിടെ സ്റ്റൗ ഉണ്ട്, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുക്കിംഗ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് അലങ്കോലമായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതാണ് മെയിൻ കിച്ചൺ. പിന്നെ അപ്പുറത്ത് നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. അവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ ഈ കിച്ചണിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂം ഉണ്ട്, നമ്മുടെ അരി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ആയാലും അപ്പുറത്ത് നമ്മുടെ വർക്ക് ഏരിയയിലായാലും ഒക്കെ ഞാൻ ഓപ്പൺ കിച്ചണിൽ കാണിച്ച പോലെ തന്നെ ഫുള്ളി സ്റ്റോറേജ് സ്പേസസ് ആണിത്. ഇങ്ങനെ എല്ലാം സ്റ്റോറേജ് സ്പേസസ് മാക്സിമം നമ്മൾ ഇപ്പം ഈ അറ്റത്താണെങ്കിൽ പോലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ഇപ്പം ഇങ്ങനെ സ്പൂൺസ് ഒക്കെ വെക്കാനാണെങ്കിലും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ ഒരു ഏരിയ. താഴത്തെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അപ്സ്റ്റേഴ്സിലോട്ട് പോവാം. വാ. അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ ഒരു
ലാൻഡിങ് സ്പേസ് ഉണ്ട്. അപ്പം ഇവിടെ കയറി വരുമ്പോഴുള്ള ഈ ലാൻഡിങ് സ്പേസിന് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ പൂളും ജക്കൂസി ഏരിയ ഒക്കെ. പിന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ ഗ്ലാസ് വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് വിൽടെക് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് പെരുമ്പ ഇവിടെ പയ്യന്നൂർ പെരുമ്പയിലുള്ള ഒരു ടീമും, അതുപോലെ ഓസോൺ ടെക് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റുള്ള ഒരു ടീമുമാണ് ഈ വീട്ടിലെ ഫുൾ ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നല്ല അത് നമുക്ക് തുറക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ ജക്കൂസി വരുന്നത്. ഇപ്പം ഇതിനകത്തെ വെള്ളം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് ഇട്ടേക്കുവാണ്. നമ്മളിതിനകത്ത് യൂസ് ചെയ്യാറുണ്ടല്ലേ, ജിച്ചു സാനുമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പൂള് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിരിക്കാറുണ്ട്. പിന്നെ നമുക്ക് പൂളിലേക്ക് പോവാം. പൂളിലേക്ക് പോകുന്നതിൻ്റെ തന്നെ എൻ്റെ അമ്മ ഇവിടെ ആറിയിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അത് കാണിക്കണ്ട. ഇവിടെ നല്ല പർഗോളാസ് ഉള്ളതുകൊണ്ട് നല്ല വെയിലാ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം നമ്മളിത് പൂളിലേക്ക് വന്നേക്കുവാണ്. ഇതാണ് നമ്മുടെ പൂൾ ഏരിയ. നമ്മുടെ പൂള് ചെയ്ത് തന്നിരിക്കുന്നത് എറ്റേണിറ്റി പൂൾസ് ആൻഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു ടീമാണ്. അപ്പം അവരാണ് ഈ ഒരു പൂള് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഈ ചെടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീൻ ഗാലറി തന്നെ പുതിയങ്ങാടിയുള്ള അവർ തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ഗ്രില്ലിട്ടത് കണ്ടോ, അവിടെ ഇപ്പം ചെറുതായിട്ട് ക്ലൈംബേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ ക്ലൈംബേഴ്സിന് ഫുള്ള് പടർന്ന് കയറും കേട്ടോ, ഫുള്ള് കയറും. അതിന് കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് അതവിടെ നട്ടത്. ഇപ്പം ഇത്രയായി. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് കുറച്ച് ഫുൾ അങ്ങനെയാവും. അപ്പം അതിനകത്തൊരു മഞ്ഞ പൂ വിരിയാനുണ്ട്. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പം അത് വിരിയാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റിംഗ്. അത് ഒന്ന് പെട്ടെന്ന് വളരണം എന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷേ കുറച്ച് സമയം എടുക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ പൂൾ ഏരിയ വന്നിട്ട്. പിന്നെ അതിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ നമുക്കൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. നമുക്കൊരു ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു വാഷ് ബേസിനും പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ട് ഒരു കുട്ടി കിച്ചൺ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൂളിൽ ഇറങ്ങണതിന് മുന്നേ എപ്പോഴും കുളിച്ചിട്ട് വേണമല്ലോ പൂളിൽ ഇറങ്ങാം, അപ്പം അതിന് വേണ്ടിയിട്ടും. പിന്നെ നമുക്ക് പൂളിൽ നിന്ന് കുളിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറാം, അതിനും വേണ്ടിയിട്ട് അവിടെ ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തേക്കൂടെ പൂളിലേക്ക് ഡയറക്റ്റ് വരാനൊരു എൻട്രൻസ് ഉണ്ട്. വീട്ടിനകത്ത് കയറാതെ തന്നെ പുറത്തേക്കൂടെ വേണമെങ്കിൽ വരാനുള്ളൊരു എൻട്രൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പൂൾ ഏരിയ വരുന്നത്. എൻ്റെ റൂമിൽ നിന്നും അതുപോലെ മുകളിലത്തെ ഈ ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ പൂൾ വ്യൂ ആണ് കേട്ടോ. അപ്പം അപ്പുറത്തെ പറമ്പിൽ മൊത്തം മരങ്ങളും മൊത്തം ഒരു കാട് പിടിച്ച് കിടക്കുന്ന പോലെ ആയതുകൊണ്ടേ എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് ആക്ച്വലി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വേറെ എവിടെയോ പോയ പോലെ തോന്നും. ലൈക്ക് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു ഏരിയ പൂളും അതുമായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വീട്ടിൻ്റെ ബാക്കി അപ്സ്റ്റേഴ്സിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണാം, വാ. അപ്പോൾ പൂൾ ഏരിയ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ അപ്സ്റ്റേഴ്സിലെ ഏരിയാസ്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്, ഒരു ഹോം തിയേറ്റർ ഉണ്ട്, പിന്നെ ലിവിങ് സ്പേസസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. മുകളിൽ ബാൽക്കണി ഉണ്ട്. മുകളിലത്തെ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂമായ എൻ്റെ റൂമിലേക്ക് പോവാം. പക്ഷെ എൻ്റെ റൂം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം എൻ്റെ റൂം ഞാൻ ഓൾറെഡി റൂം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ട് അതിനകത്ത് A to Z കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഏരിയാസും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഞാൻ ഈ റൂം കാണിച്ച് വെറുതെ സമയം കളയുന്നില്ല. പക്ഷേ ഈ റൂമിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെയർ, ആ വീഡിയോ കണ്ടവർക്കറിയാം, എൻ്റെ ചെയറും മിററും മാറ്റണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മിറർ ഞാൻ മാറ്റിയിട്ടില്ല, പക്ഷെ ചെയർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ ആ വീഡിയോ കണ്ടോ, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ആ ഒരു ചെയർ. ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നത് ഒരു പിസ്ത ഷെയ്ഡിലൊരു കുട്ടി ചെയറായിരുന്നു. അതിൻ്റെ മുകളിലിരുന്നാൽ നമുക്ക്, ഇത് വാനിറ്റി ടേബിൾ ആണല്ലോ, അപ്പം അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കാണില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു ചെയർ ഇട്ടു. ഇപ്പം എനിക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് മേക്കപ്പൊക്കെ ചെയ്യാം. ഇപ്പം എനിക്ക് നന്നായിട്ട് കാണാം. പിന്നെ ഈ മിററായിരുന്നു ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നത്, പക്ഷെ അത് പിന്നെ ഞാൻ പറഞ്ഞു ചേഞ്ച് ചെയ്യേണ്ട, ഇത് തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ഇത് കണ്ട് ശീലമായതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് പോയി. ഞാൻ ഉദ്ദേശിച്ച മിറർ ഇതല്ലായിരുന്നു, ഞാൻ അതെൻ്റെ മുന്നത്തെ റൂം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം
ഈ റൂം നിങ്ങൾ എൻ്റെ ആ വീഡിയോ കണ്ടോ? പിന്നെ ഈ റൂം ഞാൻ ആദ്യം കാണിച്ച് വെറുതെ സമയം കളയുന്നില്ല. ഓക്കെ. പിന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് സ്വിച്ചസ് ഒക്കെ ഇങ്ങനെ ഓട്ടോമേറ്റഡ് സ്വിച്ചസ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ആ റൂമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ സ്വിച്ചിൽ ഫുൾ ലൈറ്റ്സ് ഓഫ് ചെയ്തു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഇതിലെല്ലാം ഒരു സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് ആ റൂമിനകത്ത് ഫുൾ ലൈറ്റ്സ് ഓഫ് ചെയ്യാനും അതുപോലെ ഫുൾ ഓൺ ചെയ്യാനും ആ ഒറ്റൊരു സ്വിച്ച് ഇട്ടാൽ മതി. അല്ലാണ്ട് ഇതൊക്കെ നമുക്ക് ടച്ചാണ് കേട്ടോ. ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഓണും ഇടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചെയ്തു തന്നത് ഫ്യൂച്ചർ ഹുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ്. അവർ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് കേട്ടോ. അവരാണ് നമ്മുടെ സ്വിച്ചിൻ്റെ ഫുൾ ഓട്ടോമേഷൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റൂം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ. വെയിറ്റ്, ഞാൻ ലൈറ്റ് ഇടാം. വരൂ. സോ ഇതാണ് ഹോം തിയേറ്റർ. ഇവിടെയും നമുക്ക് നമ്മൾ സിനിമയൊക്കെ കാണാൻ ഇപ്പം ഇവിടെ ആട്ടോ ഇരിക്കാറ്. ഇൻസ്റ്റഗ്രാം എന്ന് പറയണത്, നെറ്റ്ഫ്ലിക്സും ആമസോണൊക്കെ ഇപ്പം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കാണാറ്. ഇത് പിന്നെ എനിക്ക് മറ്റൊരു തരത്തിൽ കൂടെ യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുമ്പം ഈ റൂമിലിരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. കാരണം ഫുള്ളി സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് നല്ല സുഖം ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരു മൈക്കും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. ഇപ്പം ഞാൻ സാധാരണ എൻ്റെ ഇയർഫോൺസ് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് റെക്കോർഡ് ചെയ്യാറ്. അപ്പം അങ്ങനെ ഒരു യൂസും കൂടെ എനിക്കുണ്ട് ഈ ഹോം തിയേറ്റർ കൊണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ചെയേഴ്സൊക്കെ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ ഇൻറ്റീരിയർ ചെയ്ത ആൾക്കാർ. ഇത് നമുക്കിങ്ങനെ ഫുള്ളി റിക്ലൈനറാണ്. നമുക്കിങ്ങനെ കിടന്നൊക്കെ കാണാതെ കുറേ ഇത്രയും കിടക്കാം, പക്ഷെ അത്രയും കിടന്ന് ഞാൻ കാണാറില്ല. ഇങ്ങനെ നമുക്ക് കിടന്ന് ഇരുന്നും ഒക്കെ നമുക്ക് സിനിമയൊക്കെ കാണാം. പിന്നെ ഈ ഹോം തിയേറ്റർ നമുക്ക് ഫുള്ളി ചെയ്ത് തന്നിരിക്കുന്നത്, ഞാൻ നേരത്തെ ഗേറ്റിൻ്റെ ഓട്ടോമേഷൻ ചെയ്ത് തന്ന ടീം പറഞ്ഞില്ലേ, എവർ ഫോക്കസ് ഓട്ടോമേഷൻ, അവർക്ക് ഹോം തിയേറ്ററിൻ്റെ ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് ഹോം തിയേറ്ററും ചെയ്ത് തന്നിരിക്കുന്നത്. ഫുള്ളി സൗണ്ട് പ്രൂഫാണ്. പിന്നെ ഡോൾബി അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെ പിന്നെ നമ്മളെ ഈ പ്രൊജക്ടറൊക്കെ നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സാംസങ്ങിൻ്റെ പ്രൊജക്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോം തിയേറ്റർ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കി ഏരിയാസ് കാണാം. ഇനി ഹോം തിയേറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. പക്ഷേ ഈ ബെഡ്റൂം എപ്പോഴും എൻ്റെ അമ്മയുടെ പേരൻസാണ് യൂസ് ചെയ്യാറ്. ഇവിടെ ഇപ്പം മൊത്തത്തിൽ എൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് ഫുള്ള് ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി മടക്കി വെച്ചേക്കും. അതുകൊണ്ട് ഇത് ആരും മൈൻഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഗസ്റ്റ് ബെഡ്റൂം. ഇവിടെ താഴത്തെ നമ്മളെ അച്ഛൻ്റെ അമ്മമ്മയുടെ റൂം ഉണ്ടല്ലേ, അതേപോലെ തന്നെയാണ്. അതിൻ്റെ നേരെ മുകളിലുള്ള റൂമാണ്. ഇതിന് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഈ ബെഡ്റൂമിന്. ഇപ്പം ഇരുട്ടായി, അതുകൊണ്ട് വ്യൂ ഒന്നും കാണൂല. ഇത് നല്ലൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ബാൽക്കണി ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഇവിടം വരെ ബാൽക്കണി ഉണ്ട്, അവിടെ നിന്ന് ഡോറ് തുടങ്ങിയിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. പിന്നെ ഒരു നോർമൽ വാഷ്റൂമും ഉണ്ട്, വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പം ഇതാണ് ഈ ഒരു മുറി. ഇതിനകത്തിപ്പോൾ ഞാൻ എന്താ പറയുക, ഫുള്ള് വലിച്ചു വാരിയിട്ടോണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. വാ. ഇപ്പോൾ സ്റ്റെയർ കയറി ആ ഒരു സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഒരു സൈഡ് വിശാലമായ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് മുകളിലെ. ഇവിടെ കൂടുതലും അച്ഛനും വലിയച്ഛനും പാപ്പനൊക്കെ വരുമ്പോൾ അവർ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ കുറച്ച് ഡിം ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ചെറിയ ബാർ കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അവരുടെ കാര്യങ്ങൾ. സോ അവരിവിടെ ഇരുന്നിട്ടാണ് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ ഇത് ആക്ച്വലി 3 സോഫയും 3 കളറിലാട്ടോ ചെയ്തിരിക്കണേ. ഇവിടെ റെഡ്, ഇവിടെ ബ്രൗണും, അവിടെ ഒരു വൈറ്റ്, ഒരു ക്രീം കളറിൽ. അപ്പം 3-ന് 3 ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെ ഒരു ഗ്രേ, ഇവിടെ ഒരു വൈറ്റ് കേർട്ടൻസ്, അവിടെ മറ്റേ ബാർ കൗണ്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. 3 സോഫയിലിരുന്നാൽ 3 ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പം അതാണ് ഈ ഒരു ഏരിയ. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയാലും താഴെ കാണാം.
ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയയും കാണാം. ഇതാ ഡബിൾ ഹൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതാണ് ഇവിടെ. പിന്നെ ഇതേ ഇവിടേക്ക് വരുമ്പം ഇത് എൻ്റെ സാമ്രാജ്യമാണ്. ഇതെൻ്റെ കുറേ കാലത്തെ, എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ട് ഞാൻ ദുബായിൽ നിന്ന് ലൈക്ക് കുറേ കോമ്പറ്റീഷൻസിന് പോകുമായിരുന്നു. 9th തൊട്ടാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. അപ്പം അവിടെ നിന്ന് കിട്ടിയതാണ് ഇതിൽ ഒരു 90%. ബാക്കി ചിലതൊക്കെ ഞാനിങ്ങനെ ചില പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മൊമെൻ്റ് ആയിട്ട് തരുമല്ലോ, അങ്ങനെ ബാക്കി എല്ലാം അങ്ങനെ കിട്ടിയതാണ് പ്രൈസായിട്ട്. എല്ലാം പാട്ടിൻ്റെ തന്നെയാണ്. അതിൽ 2-3 പോയിട്രി റെസിറ്റേഷൻ ഉണ്ട്, ബാക്കി എല്ലാം പാട്ടിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ. ഞാൻ ഈ ഒരു കൗച്ചിലിരുന്നിട്ടാണ് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാറ്. എൻ്റെ ശ്രുതി ബോക്സ് അതേ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ കുത്തി ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഇവിടെ ഞാൻ അതിനാണ് മിക്കപ്പോഴും ഇരിക്കാറ് കേട്ടോ. ഇവിടെ ഞാൻ ബാൽക്കണി ഡോറ് തുറന്നിടും, അപ്പോൾ അവിടെ നിന്ന് നല്ല കാറ്റ് കിട്ടും. ഇവിടെ ബാൽക്കണി ഉണ്ട്, അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ആ കാറ്റും കൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് പ്രാക്ടീസ് ചെയ്യാറ്. അപ്പം ഇതാണ് എൻ്റെ ആ ഒരു സ്പേസ്. ഇതെനിക്കുള്ളൊരു സ്പേസാണ്. ഇനി ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് പോണേ, നമ്മുടെ ബാർ കൗണ്ടറിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ ഒരു ബെഡ്റൂമിലോട്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെഡ്റൂം. ഭയങ്കര വലിയ ബെഡ്റൂമാണ്. ഇവിടുത്തെ ടൈലും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ ടൈല് മോസ്റ്റ്ലി എല്ലാം ഒരു ഗ്രേ അങ്ങനത്തെ ഒക്കെ ഒരു കളറാണ്. ഈ റൂമത്തെയും എൻ്റെ റൂമത്തെയും ടൈലും അല്ല, ബെഡ്റൂംസിലൊക്കെ ഡിഫറെൻറ്റ് ടൈലാണ്, പക്ഷെ എന്നാലും കുറച്ച് കളേഴ്സിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഇതാണ്. ഇത് കുറേ പേർക്ക് അന്നേരം ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു മുറി. എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ റൂമിനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൂളിൻ്റെ അവിടെ നിന്ന് പൂൾ ഫേസിങ് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം. ഈ വാഷ്റൂം ഇങ്ങനെ ഒരു ഗ്ലാസ് ആട്ടോ കൊടുത്തേ, പുറത്തേക്കൊന്നും കാണില്ല, അതുകൊണ്ട് അന്ത ഭയമൊന്നും വേണ്ട. അതെ, എല്ലാ വാഷ്റൂമും ഞാൻ മറ്റേ ഗ്രാൻഡ് പേരൻസിൻ്റെ വാഷ്റൂമും മുകളിലത്തെ മറ്റേ ബെഡ്റൂമിൻ്റെ വാഷ്റൂമൊക്കെ ഇതേപോലെ തന്നെയാട്ടോ, ഒരു പാർട്ടീഷൻ വെച്ചിട്ട് അങ്ങനെ. അപ്പം നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ABC എന്നും അതുപോലെ PK എന്നും. ABC എംപോറിയം പിന്നെ PK. ഞാൻ നേരത്തെ ടൈലെടുത്തു എന്ന് പറഞ്ഞില്ലേ, സെയിം സ്ഥലത്ത് നിന്ന് തന്നെയാണ്. പിന്നെ കുറച്ച് ഇതുപോലത്തെ ടേപ്പൊക്കെ ടാപ്പൊക്കെ അച്ഛൻ ദുബായിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാത്തതൊക്കെ ഈ ഷവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ABC നിന്ന് എടുത്തേ, ബാക്കിയുള്ളത് PK എന്നും. അപ്പം ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ വാട്ടർ പ്രൂഫിങ് ചെയ്തത് ബക്ക ലീക്ക് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് തളിശ്ശേരി ഉള്ളൊരു ടീമാണെന്ന് തോന്നുന്നു. അപ്പം അവരാണ് നമ്മുടെ വീടിൻ്റെ വാട്ടർ പ്രൂഫിങ് വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ദിലീപ് അങ്കിളാണ്. എനിക്ക് ദിലീപ് അങ്കിളുടെ കമ്പനി നെയിം അറിയില്ല കേട്ടോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദിലീപ് അങ്കിൾ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. അങ്കിൾ എല്ലാ വർക്ക്സും നോക്കി നടത്തും, എല്ലാം ചെയ്യും. പക്ഷെ അങ്കിളുടെ മെയിൻ പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്കും ആയിരുന്നു. അപ്പം നമ്മളെപ്പോഴും എന്താവശ്യത്തിന് ദിലീപ് അങ്കിളിനെ കേട്ടോ വിളിക്കുക. അങ്കിൾ എല്ലാം ചെയ്യും. ഇവിടുത്തെ എനിക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ ഫുൾ ടൈം ഇവിടെ ആയിരുന്നു. ഫുൾ ടൈം നമ്മളെ ഇവിടെ തന്നെയായിരുന്നു കിടക്കവും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത അങ്കിളാണ് ദിലീപ് അങ്കിള്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് മുകളിലേക്ക് ഉണ്ട് ഒരു ഏരിയ, പക്ഷെ അവിടെ നമ്മളിപ്പോൾ കാര്യമായിട്ടൊന്നും വെച്ചാൽ ഒരു മുകളിലേക്ക് കയറാനൊരു ഏരിയ ഉണ്ട് ഇവിടേക്ക്. അവിടെ നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഭാവിയിൽ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്ന. ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കളർഫുൾ സോഫാസും അവിടെ എന്തെങ്കിലും വാൾപേപ്പർ പോലെയൊക്കെ ഓരോ വാൾസിലും ചെയ്തിട്ട് യൂട്യൂബൊക്കെ കുറച്ചുകൂടെ നല്ല സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അങ്ങനെ അവിടെ ഒരു സ്റ്റുഡിയോ പോലെ, പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല അവിടെ. പിന്നെ മുകളിൽ ടെറസാ, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഫുള്ളി സോളാറിലാണ് ഈ വീട് ഫുള്ള് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളെ സോളാർ ചെയ്ത് തന്നിരിക്കുന്നത്, അയ്യോ അവരുടെ പേര് ഞാൻ മറന്നുപോയി, ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. സോളാർ ചെയ്ത ആൾക്കാരുടെ പേര് വോൾട്ട് അറ്റ് വാട്ട് എന്ന് പറഞ്ഞിട്ട് തലശ്ശേരിയുള്ളൊരു ടീമാണ് നമ്മുടെ വീടിൻ്റെ സോളാർ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കറണ്ട് ബില്ല് അങ്ങനെ ഒന്നും വരില്ല. വളരെ ഒരു മിനിമം ചാർജ് മാത്രമേ വരുള്ളൂ, 200 മാക്സിമം 300 രൂപയൊക്കെ, ബാക്കി സോളാർ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് ഹോം ടൂർ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും വർക്ക്സിനെ പറ്റിയൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി. ഇനി അഥവാ ഞാൻ വിട്ടുപോയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ അതൊക്കെ കമൻറ്റ്സ് വായിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, എൻ്റെ വീടും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ സ്വപ്നത്തിലുള്ള ഞങ്ങളുടെ ഒരു ഡ്രീം ഹോമാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഒരു വീടെന്ന് പറയുമ്പോൾ അവരവരുടേതായ ഒരു സ്വപ്നം, ഒരു ഇമാജിനേഷൻ, അങ്ങനെ ഒരു ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചെടുത്തൊരു വീടാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, നിങ്ങളുടെ ആഗ്രഹം വേറൊരു മോഡൽ വീടായിരിക്കാം. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വീട്. അപ്പം അത് സാധിച്ചതിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എപ്പോഴും പറയണ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.